ഹലോ, ടേൽസ് ഓഫ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നെയ്മീൻ കറിയാണ് കേട്ടോ. ക്രിസ്മസിനൊക്കെ ഗസ്റ്റുകൾ വരുമ്പോൾ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കിലോൻ്റെ അടുത്ത് നെയ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കറിക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു മസാല തയ്യാറാക്കണം. വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കാം. ഉലുവയും കടുകും പൊട്ടി കഴിയുമ്പോൾ തന്നെ ഒരു 6 ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും 5 വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. ഉള്ളി മുളക് എല്ലാം വഴന്നു കഴിയുമ്പോഴാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇനി തക്കാളിയും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം. തക്കാളി ഇനി നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം കേട്ടോ. തക്കാളി ഈ ഒരു പരുവത്തിലാകുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി തീരെ കുറച്ചിട്ടാൽ മതി, മുളക് പൊടിയാണ് കൂടുതൽ ഇടേണ്ടത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന ടൈമിൽ ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി കറി തയ്യാറാക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടി കഴിയുമ്പോൾ 2 പച്ചമുളക് അരിഞ്ഞതും 4 വെളുത്തുള്ളി അരിഞ്ഞതും 4 ചുവന്നുള്ളി അരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ അരച്ചെടുത്ത മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരച്ചെടുത്ത ജാറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ചേർത്ത് കൊടുക്കുന്നത് കുടംപുളിയാണ്. ഒരു 3 കഷ്ണം കുടംപുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി കറി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പൊ കറി നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നല്ല തിക്കായിട്ടുള്ള ചാറോട് കൂടിയ മീൻകറിയാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. ഇത് ഇരിക്കുന്തോറും ടേസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയറും ചെയ്യണം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.